ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശാലോം ടി വി ഒരുക്കുന്ന വചനം തിരുവചനം ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനം പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവമേ, വചനത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമയോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ വചനത്താൽ നിറയ്ക്കണമേ. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ വചനത്തിൻ്റെ അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും, ഇതിന് പിന്നിൽ അധ്വാനിച്ച അനവധി ആളുകളെ പരിശുദ്ധാത്മാവെ നിൻ്റെ കൃപകളാൽ, പരിശുദ്ധാത്മാവെ നിൻ്റെ അഭിഷേകത്താൽ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, വചനത്തെ ഹൃദയത്തോട് ജീവിതത്തോടെന്ന് ചേർത്ത് വെച്ച അമ്മയുടെ മാധ്യസ്ഥം, അമ്മയുടെ സഹായം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഒരുമയോടെ നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ ഇന്ന് നൽകുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളാണ്. എമാവൂസ് ഗ്രാമത്തിലേക്ക് പോയ സ്ലീഹന്മാരെ കുറിച്ച് 13ാം തിരുവചനം ഇങ്ങനെയാണ്: ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൻ അകലെയുള്ള എമാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഏത് സംഭവങ്ങൾ? ഈശോയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇതാ എമാവൂസ് ഗ്രാമത്തിലേക്ക് പോയവരോടൊപ്പം ഈശോ ചേരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്രകാരം യേശു സാന്നിധ്യം കടന്നു വരുമെന്ന് കർത്താവ് വചനത്തിലൂടെ കാണിച്ചു തരികയാണ്. ജെറുസലേമിൽ നിന്ന് അനേകർ ഈശോയുടെ മരണശേഷം പല വഴികളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ യേശു കൂടെ ചേർന്നത് ഈ 2 പേരുടെ ഒപ്പം മാത്രമാണ്. കാരണം എന്താ? അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ദൈവീക കാര്യങ്ങളെക്കുറിച്ചാണ്. ദൈവീക കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞാൻ ആയിരിക്കുന്ന എൻ്റെ ജീവിത മേഖലയിൽ ഞാൻ സംസാരിക്കുമ്പോൾ, ദൈവീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ, ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുമെന്നാണ് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ സംസാരം ദൈവീകമാക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കർത്താവ് ഈ സംഭവത്തിലൂടെ നമുക്ക് പകർന്നു നൽകുകയാണ്. നമുക്കത് ചിന്തിച്ചു നോക്കാം. എങ്ങനെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ സംസാരം? ദൈവീക ചൈതന്യം നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവന്നാൽ ഇതാ കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 15ാം അധ്യായത്തിന്റെ 19ാം തിരുവചനം: നീ തിരിച്ചു വന്ന് എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. നമുക്ക് ഈ വചനം ഒന്ന് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വലതുകരം ഒന്ന് യാചനാരൂപത്തിൽ പിടിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ആവർത്തിച്ച് പറയാം: വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആയിത്തീരും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം വീഴ്ച സംഭവിക്കുന്ന ഒരു മേഖല നമ്മുടെ സംസാരത്തിലാണ്. പലപ്പോഴും തൊട്ടാശ്രമത്തിലൊക്കെ ആയിരിക്കുന്ന സമയങ്ങളിൽ അനവധി ആളുകൾ പ്രാർത്ഥന സഹായം ചോദിച്ച് വരാറുണ്ട്. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. എന്ത് നിയോഗത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുമ്പോൾ വലിയ ദേഷ്യമാണ്, പെട്ടെന്ന് കോപിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ എന്താ ഞാൻ പറയണതെന്ന് എനിക്ക് പോലും അറിയത്തില്ലാത്ത വിധത്തിൽ എൻ്റെ സംസാരത്തിൽ വലിയ പാപമേഖല കടന്നു വരുന്ന ഒത്തിരി പേരുടെ ഒരു പ്രാർത്ഥനാ നിയോഗമാണ്. പ്രിയമുള്ളവരെ, യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ പ്രവാചകൻ പറയുന്നത് പോലെ, ദൈവമേ, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരമുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനാണ്. നമ്മുടെ ഈ ജീവിതം അങ്ങനെയാ. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ സംസാരത്തിൽ ഒത്തിരിയധികം പിഴവുകൾ സംഭവിക്കുന്ന ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. നല്ലത് പറയണമെന്ന് നമ്മൾ എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നോ അന്നായിരിക്കും സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം നമ്മൾ ദേഷ്യപ്പെടുന്നത്. ചിലപ്പോൾ നമ്മൾ നല്ല തീരുമാനമൊക്കെ എടുക്കും, ഇന്ന് ഞാൻ നല്ലത് മാത്രമേ പറയുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ ചില അനുദിന ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാറില്ലേ? ചിലപ്പോൾ നമ്മളൊരു ധ്യാനം കൂടി കഴിഞ്ഞ്, ചിലപ്പോൾ കുമ്പസാരിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ ആഗ്രഹിക്കും, ഇന്ന് ഞാൻ ആരോടും മോശമായിട്ട് പറയില്ല, ആരോടും കോപിക്കുകയില്ല, ദേഷ്യപ്പെടുകയില്ല. എത്ര തീഷ്ണതയോടെ തീരുമാനം എടുത്തോ അതിലേറെ മോശകരമായ രീതിയിൽ പലപ്പോഴും നമ്മുടെ സംസാരം കടന്നു വരാറുണ്ട്. എൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ സംസാരത്തെ ഏറ്റവും കൃപ നിറഞ്ഞതാക്കണം, അഭിഷേകമുള്ളതാക്കണം. സ്നേഹമുള്ളവരെ, നമ്മൾ ഏറ്റവും നന്നായിട്ട് സംസാരിക്കണമെന്ന് എന്ന് തീരുമാനമെടുത്തോ, സത്യം പറഞ്ഞാൽ അന്നായിരിക്കും നമ്മൾ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്നത്. ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ സംസാരങ്ങളിൽ, നിന്റെ ചിന്തകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവം നിന്റെ കൂടെ കടന്നു വരും. എന്നിട്ട് നോക്കിയേ, ഈശോ കടന്നു വന്നിട്ട് അവരുടെ കൂടെ ചേരുകയാണ്. അവർ ഈശോയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും കേൾക്കാത്ത ഒരു മനുഷ്യനെ പോലെ ഈശോ അവരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. സത്യം പറഞ്ഞ നമ്മളാണ് എന്നാ പറയൂലേ, ദേ നിങ്ങൾ പറയുന്ന ആള് ഞാനാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ ആദ്യത്തെ സെന്റൻസ് വരുന്നത്. പക്ഷേ ഈശോ അവരുടെ ഹൃദയത്തിന്റെ സങ്കടങ്ങളെ കേൾക്കുകയാണ്. കേൾക്കുന്ന ഈശോ, പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിലേക്ക് എമാവൂസ് ഗ്രാമത്തിലേക്ക് പോയ സ്ലീഹന്മാരെ ഈശോ നയിക്കുന്ന വളരെ മനോഹരമായ വചനഭാഗമാ. എന്താണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നതെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങളെ, ഹൃദയത്തിന്റെ വികാരങ്ങളെ നീ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ, നീ അത് സമർപ്പിക്കുമ്പോൾ, ദൈവത്തിന് അറിയാം, കാര്യങ്ങൾ അറിയാം. പക്ഷേ നീ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈശോ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ്. ദൈവം ആ ഒരു സ്നേഹബന്ധമാണ് ആഗ്രഹിക്കുന്നത്. ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടല്ല, മറിച്ച് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒരു വ്യക്തിയോടാ. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട്, ഏറ്റവും സ്വന്തമായിട്ട് ഇരിക്കാനാ. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുമ്പോൾ ഇതാ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, അവർ എല്ലാ കാര്യങ്ങളും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ ഇതിനെക്കുറിച്ചൊക്കെ സംശയത്തോടെ അവരോട് ചോദിക്കുക. അവരുടെ ഉള്ളിലുള്ളതെല്ലാം, അവരുടെ ഉള്ളിലുള്ള സങ്കടങ്ങള്, വിഷമങ്ങള്, ഭാരങ്ങള്, ഇതെല്ലാം അവര് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈശോ ഇതാ അവരോട് സംസാരിക്കുകയാണ്. ഈശോ ഇതാ ഒരു പ്രശ്നത്തിന്റെ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകണമെന്ന് ഈശോ കാണിച്ചു തരുന്നത് വചനത്തിലൂടെയാണ്. ലൂക്കാസ് സുവിശേഷം 24:27 തിരുവചനം, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്ന എല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു ആത്മീയ ചിന്തയാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക്, നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾക്ക്, നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും, പ്രതികൂല സാഹചര്യങ്ങൾക്കെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം നിനക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവർ, അതാണ് വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് വചനം മുറിക്കൽ ശുശ്രൂഷയാണ്. കർത്താവിത വചനം വെച്ചു വിളമ്പി, വചനം മുറിച്ചു നൽകി. ഹെബ്രായ ലേഖനത്തില് ഇങ്ങനെയല്ല വചനത്തെ കുറിച്ച് പറയുന്നത്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാ എന്ന് വെച്ചാൽ ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യത്തെ ഇങ്ങനെ വെട്ടിമുറിച്ച് അതിനെ പ്രത്യാശയുടെ അനുഭവമാക്കി മാറ്റുവാൻ കരുത്തുള്ളതാണ് കർത്താവിന്റെ വചനത്തിന്റെ അഭിഷേകം എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. വചനത്തിലൂടെ ഈശോ അവരോട് സംസാരിക്കുക. പ്രിയമുള്ളവർ, ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, വചനത്തോട് ഒരു സ്നേഹമുള്ള വ്യക്തിയായിരിക്കണം നീ. വചനത്തോട് ഒരു ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഒത്തിരി ദൈവവചനവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിക്കുന്ന നാളുകളിലൂടെ കടന്നു പോകുന്നത്. ഒത്തിരി പേര് ഇതാ സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥം മുഴുവനായിട്ട് വായിക്കാനായിട്ടുള്ള ഉദ്യമത്തില് വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ പഠിക്കുന്നു, വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിലെ വലിയൊരു ദൈവീക കൃപയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു മേഖലയാണ് വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അടുപ്പം എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രിയമുള്ളവരെ, അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ. കർത്താവിൻ്റെ ഈ തിരുവചനത്തോട് ഇത്രയും അടുത്ത് നിൽക്കുമ്പോഴും ഒരു 50 വചനം കാണാതെ അറിയാവുന്ന എത്ര പേരുണ്ട്? അച്ഛനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഒന്നോർത്ത് നോക്കി, എനിക്കൊരു 50 വചനത്തിലധികം കാണാതെ അറിയാം. മനസ്സിലൊന്ന് ചിന്തിക്കുക, എത്ര വചനം അറിയാം? ഇനി ഒരു 25, ഒരു 10 വചനമെങ്കിലും. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഞാൻ ഒരു ധ്യാന സമയത്ത്, പട്ടാശ്രമത്തിലെ താമസിച്ചുള്ള ധ്യാന സമയത്ത് 250 ആളുകൾ ഒന്നിച്ചിരുന്ന് തിങ്ങിക്കൂടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു. ഒരു 50 വചനം, അത് കുറച്ച് ഒരു 10 വചനമെങ്കിലും അറിയാവുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, വളരെ ചുരുക്കം ചില ആളുകളാണ് കൈ ഉയർത്തിയത്. അതിൻ്റെ ഒരു ചിന്ത ഇതാണ്, നമുക്ക് വചനം അറിയത്തില്ലാഞ്ഞിട്ടല്ല, നമുക്കുള്ള ഈ അറിവിനെ പിശാച് നമ്മുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുന്ന.
ഉദാഹരണം പറഞ്ഞുതരാം. പ്രിയമുള്ളവരെ, നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പഠിച്ചതല്ലേ 91 സങ്കീർത്തനം? അത് ചൊല്ലാതെ കിടന്നുറങ്ങുന്ന ക്രിസ്ത്യാനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാ, അല്ലേ? നോക്കിയേ, കിടക്കുന്നതിന് മുൻപ് 91 സങ്കീർത്തനം ചൊല്ലുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ ഓരോരുത്തരും. 16ഓളം വചനങ്ങളുണ്ട് 91 സങ്കീർത്തനത്തിൽ. ഞാൻ ചോദിച്ചു, 10 വചനം കാണാതെ അറിയാവുന്നവർ കൈ ഉയർത്താനാ. പലരും അയ്യോ എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് ചിന്തിച്ച് നോക്കിയേ. 91 സങ്കീർത്തനം കാണാതെ അറിയാവുന്നവരാണ് ഒട്ടുമിക്ക എല്ലാ മനുഷ്യരും. 23 സങ്കീർത്തനം കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ പഠിപ്പിക്കുന്നതാ. 23 സങ്കീർത്തനം. 51 സങ്കീർത്തനം, ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ, ദാവീദിന്റെ സങ്കീർത്തനത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മറിയത്തിന്റെ സ്തോത്രഗീതം, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് മറിയം പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവർ, ഇതൊക്കെ നമുക്ക് കാണാപ്പാടമാ, നമുക്കറിയാവുന്നതാ. പക്ഷേ 10 വചനം കാണാതെ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറയും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 50 കൂടുതൽ വചനമുണ്ട്. സത്യ, നിങ്ങൾ കൂട്ടി വയ്ക്കൂ. 50 കൂടുതൽ വചനമുണ്ട് 91 സങ്കീർത്തനവും 23 സങ്കീർത്തനവും 51 സങ്കീർത്തനവും മറിയത്തിന്റെ സ്തോത്രഗീതമൊക്കെയും കൂടി ചേർത്ത് വെച്ചാൽ 50-ലധികം വചനങ്ങളായി. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, നമുക്കറിയാവുന്ന എത്രയോ വചനങ്ങളുണ്ട്. ഇനി കൊട്ടേഷൻ അറിയത്തില്ലാതെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതും നമ്മൾ ഒത്തിരി ആവർത്തി പറഞ്ഞിട്ടുള്ളതുമായ അനവധി വചനങ്ങളുണ്ട്. ചുരുങ്ങിയത് ഒരു 75-100 വചനമെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാവുന്നേ. നോക്കിയേ, ഇതറിയത്തില്ല എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവവചനത്തിന്റെ അഭിഷേകത്തെ തടഞ്ഞു നിർത്തുന്ന തിന്മയുടെ ബന്ധനമാണ്. അപ്പോൾ ഈശോ ഒരു ജീവിതത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു തരുന്ന മാർഗം എന്ന് പറയുന്നത് വചനത്തിലൂടെയാണ്. വിശുദ്ധ കുർബാനയിലേക്ക് എമാവൂസ് ഗ്രാമത്തിലെ സ്ലീഹന്മാരെ അടുപ്പിക്കുമ്പോൾ ഈശോ കാണിച്ചു തരുന്ന വളരെ മനോഹരമായ ഏറ്റവും സുന്ദരമായ കാര്യം ഇതാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യത്തിന്, നീ കടന്നു പോകുന്ന കണ്ണുനീരിന്റെ വിഷയത്തിന് ഇതാ വചനത്തിൽ ഉത്തരമുണ്ട്. പ്രിയമുള്ളവരെ, അതിനാൽ വചനത്തോടുള്ള ഒരടുപ്പം, ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തണം. നമുക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങൾ. പട്ടാശ്രമത്തിലായിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ പ്രായമുള്ള അച്ഛന്മാര് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വചനം ചുമ്മാ പറഞ്ഞു പോയാൽ പോരാ, ഒരു ബുക്കിൽ അത് എഴുതി വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് പല ആവർത്തി വായിക്കണം. അപ്പോഴാണ് വചനം നമ്മുടെ സ്വന്തമാകുന്നത്. ഒരു ബുക്കൊക്കെ വാങ്ങി വചനമൊക്കെ എഴുതി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ വചനം ഒന്ന് ആവർത്തിക്കണം, ഒന്ന് ഏറ്റു പറയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ ദൈവത്തിന്റെ ഇടപെടൽ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഈശോ എമാവൂസ് ഗ്രാമത്തിലേക്ക് പോയ സ്ലീഹന്മാരുടെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. വചനത്തിലൂടെ അവൻ അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ആത്മീയ പ്രകാശം പകർന്നു കൊടുത്തു. പ്രിയമുള്ളവരെ, വചനത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ആവശ്യമായ പുത്തൻ വഴികൾ ഈശോ നമുക്ക് കാണിച്ചു തരും. തുടർന്നാണ് ഈശോ വിശുദ്ധ കുർബാനയിലേക്ക് അവരെ നയിക്കുന്നത്. അതായത് അവരെ വചനത്തിലൂടെ ഒരുക്കി ഈശോ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുകയാണ്. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അപ്പമെടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ അവരിൽ നിന്നും അപ്രത്യക്ഷനായി. അവരുടെ കൺമുൻപിൽ നിന്ന് അവൻ മറഞ്ഞുപോയി. ആത്മീയ പിതാക്കന്മാർ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പത്തിലേക്ക് അവൻ അലിഞ്ഞു ചേർന്നു. ആ അപ്പം ഭക്ഷിച്ച അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പം ഭക്ഷിച്ച അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ പരസ്പരം പറഞ്ഞു. ഇതാ ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 31-ാം തിരുവചനം. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്നും അപ്രത്യക്ഷനായി. 32-ാം തിരുവചനം ഇങ്ങനെയാണ്. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? പ്രിയമുള്ളവരെ, ദൈവീക കാര്യങ്ങളെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഈശോ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ ജ്വലിച്ചുകൊണ്ടിരുന്ന ആ അനുഭവം സ്വന്തമാക്കിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർബാന തങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ സ്വീകരിച്ചപ്പോഴാണ്. കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് ഈശോ നമുക്ക് വാഗ്ദാനം നൽകിയ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം. അവിടെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം തിരുവചനം. ഇതാ എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ സഹായകനായി പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അതായത് ഈശോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. നീ കേട്ട കാര്യങ്ങൾ ഇതാണ്,
ഇതാണ് ജീവിതത്തിൽ നീ ക്രമീകരിക്കേണ്ട വഴികൾ. പ്രിയമുള്ളവരെ, എമാവൂസ് ഗ്രാമത്തിലേക്ക് പോയ സ്ലീഹന്മാരിലൂടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ എപ്രകാരം ഈശോയെ സ്വന്തമാക്കണം, ആ വിശുദ്ധ കുർബാന ജീവിതം നമ്മൾ എങ്ങനെ നയിക്കണം എന്നുള്ള വലിയ പാഠങ്ങളാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്. പല ആവർത്തി നമ്മൾ വായിച്ചിട്ടുള്ള സുവിശേഷ ഭാഗമാണ് ഇതെങ്കിലും വിശുദ്ധ കുർബാനയോട് നമ്മളെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു ഈ ഭാഗമെന്ന് നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. വചനത്തിലൂടെ ഈശോയെ തിരിച്ചറിഞ്ഞവർ, വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വന്തമാക്കിയ സ്ലീഹന്മാര് അവരിതാ തിരിച്ചു പോവുകയാണ്. ദൈവത്തെ സ്വന്തമാക്കിയവർക്ക് പ്രതികൂല സാഹചര്യത്തിൽ തളർന്നു പോകുവാൻ സാധിക്കുകയില്ല. മറിച്ച് അവരെവിടെ നിന്നാണോ, ഏത് ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോയത്, അവിടേക്ക് ഇരട്ടിക്കരുത്തോടെ തിരിച്ചു നടക്കുന്ന വലിയൊരു അനുഭവം നമുക്കിതാ ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് നമ്മളെ പഠിപ്പിക്കുക, നിന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതില്ലാത്ത മനുഷ്യരില്ല. പ്രിയമുള്ളവരെ, കാൽവരിയിലെ കുരിശുമരണത്തെ മുന്നിൽ കാണുന്ന ഈശോയും പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും ഒന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല തിരുഹിതം എന്നിൽ പൂർത്തിയാകട്ടെ. പ്രിയമുള്ളവരെ, ഈശോ പോലും ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ എടുത്തു മാറ്റുവാനായിട്ടുള്ള, പ്രതികൂല സാഹചര്യങ്ങളെ കീറിമുറിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ശക്തി ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാ. സ്ലീഹന്മാർ എമാവൂസ് ഗ്രാമത്തിലേക്ക് പോയവർ വചനത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ തമ്പുരാനെ സ്വന്തമാക്കിയപ്പോൾ തിരിച്ചു നടക്കുകയാണ്. പ്രതികൂല സാഹചര്യത്തിന്റെ മുകളിലൂടെ പ്രത്യാശയുടെ ജീവിതത്തിലേക്ക് അവർ നടന്നു പോകുന്നത് വിശുദ്ധ കുർബാനയെ ജീവിതത്തിൽ സ്വന്തമാക്കുമ്പോഴാണ്. പഴയ നിയമഗ്രന്ഥത്തില് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തില് പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. ചെങ്കടൽ കടന്ന് കാനാൻ ദേശത്തേക്ക് യാത്രയാകുന്ന ഇസ്രായേൽ സമൂഹം, ആ യാത്രയുടെ ഇടയിൽ അവർക്ക് ദാഹിക്കുമ്പോൾ അവർ കുടിക്കുവാനായി എടുക്കുന്ന വെള്ളം, മാറായിലെ ജലം, ആ ജലം ഇങ്ങനെ അവർ കുടിക്കുവാനായിട്ട് എടുക്കുമ്പോൾ ആ കുടിച്ചു നോക്കുന്ന ജലത്തിന് കയ്പാണ്. ദാഹിച്ചു വരുന്ന അവരുടെ ജീവിതത്തിൽ ദാഹമകറ്റുവാനായിട്ട് ഈ ജലം ലഭിക്കുന്നത് കയ്പാർന്ന ജലമാണ്. ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുകയാണ്, നീ എന്ത് ഈ വെള്ളം പോലും ഇല്ലാത്ത നാട്ടിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, ദാഹമടക്കുവാനായിട്ട് ഒരു നല്ല ജലം പോലും ഞങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോശ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. ദൈവമേ, ഈ ജനത്തിന്റെ പിറുപിറുപ്പ് നീ കേൾക്കുന്നുണ്ടല്ലോ, ഇവർക്ക് നീ ഒരു ഉത്തരം നൽകണമേ എന്ന് മോശ പ്രാർത്ഥിക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ ഈ തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിലിടുക. പ്രിയമുള്ളവരെ, പഴയ നിയമഗ്രന്ഥത്തിന്റെ ചരിത്രത്തിലെ വളരെ മനോഹരമായ ഒരു ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. ദൈവം കൽപ്പിച്ചതുപോലെ മോശ തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിലിട്ടു, കൈപ്പാർന്ന ജലം മധുരമുള്ളതായി തീർന്നു. അവർ ആവോളം ആ വെള്ളം കുടിച്ചു, ദാഹമകറ്റി. കർത്താവ് പഠിപ്പിക്കുക, നിന്റെ ജീവിതത്തിലെ പഴയ നിയമഗ്രന്ഥത്തിൽ ഇസ്രായേൽ സമൂഹത്തിന്റെ കൈപ്പാർന്ന അനുഭവത്തെ മധുരമുള്ളതാക്കി തീർക്കുവാൻ മോശയ്ക്ക് ദൈവം നൽകിയ തടിക്കഷ്ണം പോലെ പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ, കൈപ്പാർന്ന ജീവിത അനുഭവങ്ങളിൽ തളർന്നു പോകാതെ, തകർന്നു പോകാതെ മുന്നേറുവാൻ ദൈവം നൽകുന്ന ആത്മീയ ഔഷധമാണ് വിശുദ്ധ കുർബാന എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയുമായി നിന്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യത്തിലേക്ക് നീ നടന്നെടുക്കുമ്പോൾ അവയെ അതിജീവിക്കുവാനുള്ള വഴികൾ ദൈവം നിനക്ക് കാണിച്ചു തരും. അതല്ലേ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 25-ാം തിരുവചനം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. നോക്കിയേ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിലുള്ള കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്ന് ഈശോ നമ്മളെ കാണിച്ചു തരികയാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ വഴിയൊരുക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു, ജ്ഞാനികൾ ഈശോയെ കാണുവാൻ, ഈശോയെ ആരാധിക്കുവാൻ കടന്നു വരുന്നുണ്ട്. വഴി തെറ്റിപ്പോവുക അവർക്ക്. നക്ഷത്രം വഴി കാണിച്ചു, ഇടയ്ക്ക് വെച്ച് നക്ഷത്രം അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ ഹെറോദോസിന്റെ രാജസന്നിധിയിൽ അവരെത്തുകയാണ്. എവിടെയാണ് രക്ഷകൻ ജനിക്കുന്നത് അവർക്കറിയത്തില്ല.
വീണ്ടും നക്ഷത്രം വഴി കാണിച്ച് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിന് മുകളിൽ നക്ഷത്രം നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, രക്ഷകനിലേക്കുള്ള വഴി പല മാർഗങ്ങളിലൂടെ അവർക്ക് കാണിക്കപ്പെട്ടു. അവർ എത്തിച്ചേർന്നു. പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ കണ്ട് പൊന്നും മീറയും കുന്തിരിക്കവും അവർ കാഴ്ചവെച്ചു, ദൈവത്തെ ആരാധിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ കാര്യം ഇതാണ്. ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ആ രാത്രി തന്നെ അവർ മടങ്ങിപ്പോവുകയാണ്. സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ പോയി. വന്ന വഴിയെ അല്ല അവർ തിരിച്ചുപോയത്. വന്ന വഴി അവർക്ക് പലര് കാണിച്ചു കൊടുത്ത മാർഗങ്ങളാ, തെറ്റിപ്പോയിരുന്നു. പക്ഷേ തിരിച്ചുപോയത് ദൈവദൂതൻ കാണിച്ചു കൊടുത്ത വഴിയെയാണ്. എപ്പോഴാണ് അവർക്ക് ആ വഴി തെളിഞ്ഞത്? ദൈവത്തെ ആരാധിച്ചപ്പോൾ. ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തെ ആരാധിച്ചപ്പോഴാണ് അവർക്ക് ആ വഴി തെളിഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാ, നിന്റെ ദൈവത്തെ നീ ആരാധിച്ചാൽ, വിശുദ്ധ കുർബാനയിൽ നിന്റെ ദൈവത്തോട് നീ ചേർന്നിരുന്ന് നിന്റെ ദൈവത്തെ നീ ആരാധിച്ചാൽ, നിന്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ദൈവം പുതിയ വഴി നിനക്ക് കാണിച്ചു തരും. നമ്മുടെ ബുദ്ധിക്ക് അതീതം, ചിന്തയ്ക്ക് അതീതം. പക്ഷേ ലൂക്കാ 1:37 തിരുവചനം, ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ജീവിത പ്രതിസന്ധികളിൽ, സങ്കടങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ തളരരുതേ പ്രിയമുള്ളവരെ. നീ വിശുദ്ധ ഗ്രന്ഥത്തോട് ചേർന്ന്, വിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ സമൃദ്ധമായിട്ട് ഇടപെടും. നമ്മുടെ ബുദ്ധിക്കതീതമായ അത്ഭുതങ്ങൾ, വൻ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. വചനത്തിലൂടെ ദൈവം നൽകുന്ന ഉറപ്പാണിത്. നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പി പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, ഈ വചനം തിരുവചന ശുശ്രൂഷയിലൂടെ അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു കാര്യമുണ്ടല്ലോ. വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് എത്രമാത്രം ഇടപെടുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ്. സങ്കടത്തോടെ ജെറുസലേമിൽ നിന്ന് എമാവൂസ് ഗ്രാമത്തിലേക്ക് പോയ സ്ലീഹന്മാരുടെ കൂടെ ചേർന്ന് അവരുടെ നൊമ്പരങ്ങളും വേദനകളും കേട്ടുകൊണ്ട് അവരെ ശ്രവിച്ച് വചനത്തിലൂടെ അവർക്ക് ഉത്തരമരുളി, വിശുദ്ധ കുർബാനയിലൂടെ അവരുടെ കണ്ണുകളെ തുറപ്പിച്ച് പുതുജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് നയിച്ചതുപോലെ ഈശോയെ, ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ, അനുദിന ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്കുള്ള ഉത്തരം നീ നൽകണമേ. കൈപ്പാർന്ന ജലത്തെ മധുരീകരിക്കുവാൻ പഴയ നിയമ ജനതയ്ക്ക് അങ്ങ് നൽകിയ തടിക്കഷ്ണം പോലെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിന്റെ കൈപ്പാർന്ന അനുഭവങ്ങളെ മധുരീകരിക്കുന്ന, മധുരിതമാക്കുന്ന വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് പകർന്നു നൽകിയ വിശുദ്ധ കുർബാന കേന്ദ്രീകൃത ജീവിതം എന്ന പാഠം ജീവിതത്തോട് ചേർത്ത് വെച്ച് മുന്നേറുവാൻ കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ അനുദിനം അടുപ്പിക്കണമേ. ആമേൻ.